സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമാണ് രേണു സുധി. കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ രേണു സുധിയെപ്പോലെ ഇത്രത്തോളം മലയാളികൾക്കിടയിൽ ചർച്ചയായിട്ടുള്ള മറ്റൊരു സെലിബ്രിറ്റിയുമില്ല. ഭർത്താവും നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് അഭിനയവും മോഡലിംഗുമെല്ലാം രേണു പ്രൊഫഷനായി സ്വീകരിച്ചത്. ഉദ്ഘാടനങ്ങൾ, പ്രൊമോഷനുകൾ, ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്നിവ വഴി മാസം നല്ലൊരു തുക രേണു ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ട്. അതേസമയം പണം സമ്പാദിക്കാൻ രേണു തിരഞ്ഞെടുത്ത വഴികളോട് ഭൂരിഭാഗം പ്രേക്ഷകർക്കും എതിർപ്പാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി രേണുവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് വൈറലാകുന്നത്. താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്നും അതിനുള്ള പരിശോധനയ്ക്കായി പരുമലയിലെ ഒരു ആശുപത്രിയിൽ വന്ന് ചില പരിശോധനകൾ നടത്തിയെന്നുമാണ് പ്രചരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയയായ ഷഫീന ബീവിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നത്. എന്നാൽ ഇക്കാര്യങ്ങളിൽ എന്തെല്ലാമാണ് സത്യമെന്നത് വ്യക്തമല്ല. അതേസമയം രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെ രേണു പുതിയ പോസ്റ്റുമായി എത്തി. ഒരു ഫോട്ടോ പങ്കിട്ടുകൊണ്ട് താനൊരു ഫൈറ്ററാണെന്നും അത് സമയമാകുമ്പോൾ എന്നെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കുമെന്നാണ് രേണു ക്യാപ്ഷനായി കുറിച്ചത്. പിന്നാലെ ആ ക്യാപ്ഷൻ നീക്കം ചെയ്ത് ഒരു കറുത്ത നിറത്തിലുള്ള ഹാർട്ടിൻ്റെ ഇമോജി ക്യാപ്ഷനാക്കി. രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെ രേണു ഒരു ക്യാപ്ഷൻ കൂടി മാറ്റിയത് ചർച്ചയായി. രേണു പറയാൻ ഉദ്ദേശിച്ചത് അസുഖത്തെക്കുറിച്ചാണോ എന്നാണ് ചിലരുടെ സംശയം. അടുത്തിടെയായി തന്നെക്കുറിച്ച് ഏത് തരത്തിലുള്ള പ്രചാരണങ്ങൾ വന്നാലും ഉടനടി പ്രതികരിക്കുന്ന രീതി രേണു കുറച്ചു. ദുബായ് യാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ശേഷമാണത്. പതിവ് പോലെ പുതിയ പോസ്റ്റിനും പരിഹസിച്ചും വിമർശിച്ചുമുള്ള കമൻറ്റുകളാണ് രേണുവിന് ലഭിച്ചതും. ചിലർ മാത്രമാണ് രേണുവിനെ പിന്തുണച്ചും സ്നേഹം അറിയിച്ചും പ്രതികരിച്ചത്. ഞങ്ങൾക്ക് പണ്ടേ രേണുവിനെ മനസ്സിലായതാണ്. മനസ്സിലാകാത്ത കുറച്ചു പേർ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഇപ്പോൾ ശരിക്കും മനസ്സിലായി. ഇനി വല്ലാണ്ട് വെളുപ്പിക്കേണ്ടതില്ല. ചേച്ചിയെ പൊക്കിപ്പറയാൻ ആരും വേണ്ട, ചേച്ചി തന്നെ മതി എന്നാണ് വിമർശിച്ചവർ കുറിച്ചത്. ഇപ്പോൾ നമ്മുടെ പൊന്നോമന രേണുവിനെ കണ്ടാൽ അനുഷ്ക ഷെട്ടിയെ പോലെയുണ്ട്. രേണു ഫൈറ്റാണ് എന്നത് സത്യമാണ്. ഷഫീന, മഞ്ജു പത്രോസ് തുടങ്ങിയ വേസ്റ്റ് ടീം പറയുന്നത് കേട്ട് ജീവിതം കരഞ്ഞു തീർക്കാതെ ഇങ്ങനെയൊരു ദൃഢമായ തീരുമാനം എടുത്തത് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് പ്രചോദനമാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു രേണു സുധി ഫൈറ്റ് ചെയ്തു. ലവ് യു രേണു എന്നാണ് അനുകൂലിച്ചവർ കമൻ്റായി കുറിച്ചത്. സുധിയുടെ മരണശേഷം കുടുംബം നോക്കുന്നത് രേണുവാണ്. കോട്ടയ്ക്ക് സന്നദ്ധ സംഘടന നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് മാതാപിതാക്കൾക്കും സഹോദരിയുടെ കുടുംബത്തിനും മകനുമൊപ്പം രേണുവിൻ്റെ താമസം. ഇൻസ്റ്റാഗ്രാമിൽ നിറയെ ഫോളോവേഴ്സുള്ള താരമാണ് രേണു. നാട്ടിലും വിദേശത്തുമായി രേണുവിന് ആരാധകരുടെ നീണ്ട നിരയുണ്ട്. അടുത്തിടെ ഒരു വലിയ സൈബർ ആക്രമണത്തിലൂടെ രേണു സുധി കടന്നുപോയിരുന്നു. സുധിയുടെ മൂത്ത മകൻ കിച്ചു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ശേഷമായിരുന്നു അത്. പലരും രേണുവിന് നേരെ പതിവിലും ഏറെ വിമർശനങ്ങൾ ആ സംഭവത്തിനു ശേഷം നടത്തി. കിച്ചുവുമായി അതിനുശേഷം വലിയ സമ്പർക്കം രേണുവിനും കുടുംബത്തിനുമില്ല.